ഇന്നും ഒരു അഡ്ജസ്റ്റബിൾ ബാംഗിളിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ബാംഗിൾ മേക്ക് ചെയ്തിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിവിടെ വേറൊരു പാറ്റേണിലാണ് ഈ ഒരു ബാംഗിൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെമ്മറി വെയർ എങ്ങനെയാണ് കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്തതെന്നൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ഇവിടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ലൂപ്പൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗിയർ വയറും കൂടി നമുക്ക് ഈ ഒരു ബാംഗിൾ ചെയ്യാനായിട്ട് ആവശ്യമാണ് കേട്ടോ. മെമ്മറി വയറിൻ്റെ ഒരു സൈഡ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ലൂപ്പ് ചെയ്യാത്ത ഭാഗത്ത് കൂടി നമ്മൾ ഇതുപോലൊരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുത്ത ആ ഒരു എഡ്ജ്. അത് നമ്മൾ ഇതുപോലെ ചേർത്ത് തന്നെ പിടിക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ബീഡ്സ് ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാംഗിളിൻ്റെ സൈസ് ഒന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതുപോലെ ആ ഒരു എഡ്ജിന് തൊട്ട് മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ബീഡ്സിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഗിയർ വയർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബീഡ്സിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം. ഇനി മെമ്മറി വയറിലാണ് കേട്ടോ ബീഡ്സ് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മെമ്മറി വയറിൽ ഇതുപോലെ 2 ഗ്രീൻ കളറിൽ വരുന്ന ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഷുഗർ ബീഡാണ് അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ബീഡ്സിൻ്റെ സൈസ് 2mm ആണ് എടുത്തിരിക്കുന്നത്. ഷുഗർ ബീഡ്സ് നോർമലിന് പകരം നിങ്ങൾക്ക് ഈ 2mm സൈസിൽ വരുന്ന ബീഡ്സ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പാറ്റേണൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഡ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗിയർ വയറിലേക്കാണ് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ ഞാൻ ഷുഗർ ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 12 അല്ലെങ്കിൽ 13 എണ്ണമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മെമ്മറി വയറിലേക്ക് നമ്മൾ ആ ഒരു ഗ്രീനാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് നിർത്തിയിരിക്കുന്നത്. ആ ഒരു അറ്റത്ത് ഇതുപോലൊരു ഗിയർ ലോക്കിംഗ് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളോട് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇടാൻ പറഞ്ഞത് വേറൊന്നുമില്ല, ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഗിയർ വയർ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഗിയർ ലോക്കിംഗ് ബീഡ്സ് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് എനിക്കിവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിനെ ഇതുപോലെ ഒന്ന് കടത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അപ്പം നമ്മളിവിടെ ആ ഒരു ബീഡ്സ് ഇതുപോലെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു ഫ്ലവർ ബീഡ്സ് സ്മോൾ സൈസാണ് വരുന്നത്. ഈ ഒരു ഫ്ലവർ ബീഡ്സ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും നമുക്കൊരു ഗിയർ ലോക്കിംഗ് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബീഡ്സ് ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഗിയർ വയർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് നേരെ നമ്മൾ ആ ഒരു ബാംഗിളുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനിത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വലിച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം വീണ്ടും മെമ്മറി വയറിലേക്ക് ഇതുപോലൊരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ത്രെഡിനെ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുത്തിട്ട് ആ ബീഡ്സിനെ ഫ്ലവറിൻ്റെ നേരെ അടിയിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ വളരെ ഈസി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് ഇച്ചിരി പാടാണ്. കാരണം ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബിഗിനേഴ്സിന് നല്ല പ്രയാസമായിരിക്കും. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം എടുത്തതുപോലെ തന്നെ 2 ഗ്രീനിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ 2 ഗ്രീനിൻ്റെ ബീഡ്സും പിന്നെ അറ്റത്ത് ഒരു ഷുഗർ ബീഡ്സും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ബാംഗിൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഗിയർ വയറിൽ ഇതുപോലെ 13 എണ്ണം ഷുഗർ ബീഡ്സ് ഒന്ന് എണ്ണി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യണത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് ഇട്ട് കൊടുത്ത ആ ഒരു ഷുഗർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ത്രെഡ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് വലിച്ചു കൊടുക്കും. അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എവിടെയാണോ ആ ഒരു ഷുഗർ ബീഡ് സെറ്റ് ചെയ്ത് കൊടുത്തത് തൊട്ട് മുകളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന പോലാണ് ഇത് ഫിനിഷ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബീഡ്സ് നമുക്ക് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു അറ്റത്ത് വീണ്ടും ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഷുഗർ ബീഡ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ ഷുഗർ ബീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ബീഡ്സ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഗിയർ വയർ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുക. ബിഗിനേഴ്സിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും വീഡിയോ ഒന്ന് സ്ലോ ചെയ്തിട്ട് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി അതിനെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കും. ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നമ്മൾ ഈ ത്രെഡ് ഇട്ട് കൊടുത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ആ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാംഗിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്ലവർ ബീഡ്സ് ഇവിടെ സൈഡിൽ 2 കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു വലിയ ഫ്ലവർ ബീഡ്സും അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫ്ലവർ ബീഡ്സും ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ 2 ബീഡ്സ് ഫ്ലവർ ബീഡ്സ് വരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെൻറ്ററിൽ അത് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്കിനി സൈഡിലും 2 ഫ്ലവർ ബീഡ്സ് വരണം. അങ്ങനെയാണ് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ത്രെഡ് ഇട്ടിട്ട് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബീഡ്സിൻ്റെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലവർ ബീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ ഇരിക്കുന്നത്, പൊസിഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ബാംഗിളിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആണോ, ആ ബീഡ്സ് വന്നിരിക്കുന്ന ഭാഗമൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ബീഡ്സിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ. കാരണം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് അതിന് മുന്നേ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ബീഡ്സിനെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായിരുന്നോളും. ബാക്കി നിൽക്കുന്ന ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ബാക്കി നിൽക്കുന്ന ആ ഒരു ഗിയർ വയറിനെ നമുക്ക് ഇനി ആവശ്യമില്ല. നമ്മുടെ ബാംഗിൾ ഇവിടെ ഫിനിഷ് ആയല്ലോ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാംഗിൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാത്ത ഭാഗത്തിന് ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാംഗിളിൻ്റെ സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ എനിക്ക് എക്സ്ട്രാ നീണ്ടു നിൽപ്പുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കളയാണ്. മെമ്മറി വെയർ എക്സ്ട്രാ വരുന്നത് ഈ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് അവിടെ ലൂപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ലൂപ്പിന് നമ്മുടെ ഫേസിന് നേർക്കൊന്ന് വളച്ച് കൊണ്ടുവരണം. അതിനുശേഷം ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് തൊട്ട് താഴെയുള്ള മെമ്മറി വയറിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാംഗിൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ നമ്മുടെ അഡ്ജസ്റ്റബിൾ ബാംഗിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാംഗിൾ ചെയ്യുന്ന രീതി ഇതാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ പല വെറൈറ്റി മോഡലിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 2 മോഡൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ 2 മോഡൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബീഡ്സ് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെയും കുറച്ച് ബീഡ്സും ഫ്ലവർ ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേണും ചെയ്തത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സെയിം ബീഡ്സ് തന്നെ വെച്ചിട്ടാണ് ഇവിടെയും ചെയ്തെടുത്തിരിക്കുന്നത്. എക്സ്ട്രാ കുറച്ച് കുങ്കുരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഡ്സ് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, പെൻഡൻറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ലോട്ടസിൻ്റെ പെൻഡൻ്റാണ് എടുത്തിരിക്കുന്നത്. 2 അറ്റത്തും ഗിയർ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ബാംഗിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.